വലിയ വിപ്ലവ പാരമ്പര്യമൊന്നുമില്ലാത്തൊരു കുടുംബത്തിൽ ജനിച്ച് ചെറുപ്പത്തിൽ SFIയിൽ പ്രവർത്തിക്കും. വളരെ ചെറിയ പ്രായത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റുമായി തീരുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണമായിട്ടുള്ള ജില്ലാ കൗൺസിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുകയും ജയിക്കുകയും അന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ വനിതാ സംവരണമായ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്ത ഒരു യുവ താരമായിരുന്നു പ്രതിഭ ഹരി എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്ന പ്രതിഭ. ഒരു പേരിൽ നല്ല പ്രതിഭയുള്ള ആളാണ്. പ്രവൃത്തിയിൽ അത്ര തന്നെ പ്രതിഭ ഉണ്ടായിരുന്നില്ല എങ്കിലും 5 കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. നല്ല ഗ്ലാമറിൽ കാര്യങ്ങൾ കഴിഞ്ഞു. 5 കൊല്ലത്തെ പഞ്ചായത്ത് ഭരണം കഴിഞ്ഞപ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം കിട്ടി. കായംകുളം സീറ്റിലാണ്. കായംകുളത്ത് CK സദാശിവനായിരുന്നു CPMൻ്റെ അനിഷേധ്യ നേതാവ്. അദ്ദേഹം VS ഗ്രൂപ്പുകാരനായതുകൊണ്ട് എന്തോ വളരെ കാര്യക്ഷമതയുള്ള നല്ല ജനബന്ധമുള്ള ആളായിരുന്നു. പക്ഷേ സദാശിവൻ്റെ പേര് വെട്ടി. എന്നിട്ട് അവിടെ പ്രതിഭയ്ക്ക് ഒരു അവസരം കൊടുത്തു. ഒരു വനിതയാണല്ലോ, ചെറുപ്പക്കാരിയാണല്ലോ, മത്സരിക്കട്ടെ എന്ന് വിചാരിച്ചു. പ്രതിഭ അവിടെയും ജയിച്ചു. പ്രതിഭയുടെ കൂടെ ഒക്കെ SFIയിലും മറ്റുമൊക്കെ പ്രവർത്തനം തുടങ്ങിയ ആളുകൾ അപ്പോഴും DYFI അല്ലെങ്കിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷനൊക്കെ ആയിട്ട് നടക്കുകയാണ്. പക്ഷേ പ്രതിഭ ചെറുപ്രായത്തിൽ തന്നെ MLA എന്നുള്ളതിലേക്ക് പ്രതിഭയുടെ പ്രവർത്തനം അത്ര ഗംഭീരമൊന്നുമായിരുന്നില്ല. മാത്രമല്ല ഇവരുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും അത്യാവശ്യം അപവാദങ്ങളൊക്കെ നാട്ടിൽ പ്രചരിച്ചു. എങ്കിലും പ്രതിഭയ്ക്ക് അടുത്ത തവണ വീണ്ടും സീറ്റ് കിട്ടി. അപ്പോൾ 2016 ആദ്യം ജയിക്കുന്നത്. 2021 വീണ്ടും മത്സരിച്ചു. പ്രതിഭ വീണ്ടും വിജയിച്ചു. വീണ്ടും വിജയിച്ചതിന് ശേഷം വീണ്ടും പല വിവാദങ്ങളുണ്ട്. പ്രതിഭയുടെ ഭർത്താവിൻ്റെ ആത്മഹത്യ, മകനുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് കേസ്, ഇതൊക്കെ ഉണ്ടായി. അതിനുശേഷം പ്രതിഭ പേര് തന്നെ പ്രതിഭ ഹരി എന്നുള്ളത് മാറ്റിയിട്ട് പ്രതിഭ എന്നാക്കി. അങ്ങനെ പ്രതിഭയായി മാറി. വീണ്ടും ആ സീറ്റ് 2 തവണ മത്സരിച്ചവർക്ക് വീണ്ടും സീറ്റ് കൊടുക്കില്ല എന്നാണ് CPMൻ്റെ പുതിയ സിദ്ധാന്തമെങ്കിലും ഇത്തവണ അത് മറികടന്ന് പ്രതിഭയ്ക്ക് വീണ്ടും സീറ്റ് കൊടുക്കും. കാരണം പ്രതിഭയെക്കുറിച്ച് പാർട്ടിക്ക് വലിയ മതിപ്പായിരുന്നു. പ്രതിഭ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല എന്ന് കരുതി പ്രതിഭയെ വീണ്ടും മത്സരിപ്പിച്ചു. ഇത്തവണ പക്ഷേ പ്രതിഭ തോറ്റുപോയി. ആദ്യഘട്ടത്തിൽ പ്രതിഭയ്ക്ക് ചില സൗകര്യങ്ങൾ കിട്ടി. കാരണം ഇതുവരെ പല തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ട് ഒരു സ്ഥലത്ത് ജയിക്കാത്ത ലിജു എന്ന് പറഞ്ഞ ഒരു നിർഭാഗ്യവാനായിരുന്നു പ്രതിഭയുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. ലിജു അമ്പലപ്പുഴയിൽ മത്സരിക്കാനാണ് ഉദ്ദേശിച്ചത്. അവിടെ സുധാകരൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നു. അദ്ദേഹത്തെ അവിടുന്ന് ഷണ്ടിയിട്ടായിട്ട് വന്നു. അപ്പോൾ ലിജുവിനോട് തൃപ്പൂണിത്തുറ വന്ന് മത്സരിക്കാൻ പറഞ്ഞത്, പക്ഷേ പുള്ളി താല്പര്യം പ്രകടിപ്പിച്ചില്ല. അതുകൊണ്ട് കായംകുളത്ത് ഒരു അവസരം കൂടി പുള്ളി തേടി. അദ്ദേഹത്തിന് സീറ്റ് കിട്ടി. പക്ഷേ മത്സരം വളരെ ദുഷ്കരമായിരുന്നു. ആ മത്സരം അങ്ങനെ മുറുകി വരുന്ന സമയത്താണ് അവിടുത്തെ ലോക്കലായിട്ടുള്ള ലീഗുകാരൻ പ്രതിഭ ഹരിയെക്കുറിച്ച് അത്ര സഭ്യമല്ലാത്ത ചില പരാമർശങ്ങൾ നടത്തി. അതുകൂടി സംഗതി പിന്നെ കുഴപ്പത്തിലേക്ക്. പാവൻ ലിജു മാപ്പ് പറഞ്ഞു. അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വോട്ടെണ്ണി കഴിയുമ്പോൾ ലിജു ജയിച്ചിരിക്കുകയാണ്. നല്ല ഭൂരിപക്ഷത്തോടെ തന്നെ ജയിച്ചു. ലിജു ജയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് പ്രതിഭയെക്കുറിച്ച് നാട്ടുകാർക്ക് പണ്ടുണ്ടായിരുന്ന മതിപ്പ് ഇപ്പം ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം ലിജു ഒരു നിർഭാഗ്യവാനായ ചെറുപ്പക്കാരനാണ്. ഇത്തവണയെങ്കിലും ജയിച്ചില്ലെങ്കിൽ വലിയ കഷ്ടമാകും എന്നുള്ളതാണ്. മൂന്നാമതും ഇത് രണ്ടിനേക്കാളും പ്രധാനപ്പെട്ടതുമായ കാര്യം സുധാകരൻ എഫക്റ്റാണ്. സുധാകരൻ CPM വിട്ട് പാർട്ടി നേതൃത്വത്തെ കുറ്റപ്പെടുത്തി UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ അതിൻ്റെ ഗുണം ഷാനിമോൾ ഉസ്മാൻ അരൂരും AD തോമസിന് ആലപ്പുഴയിലും എന്ന പോലെ ലിജുവിന് കായംകുളത്ത് കിട്ടി. അപ്പോൾ എല്ലാം കൂടി ചേർന്നപ്പോൾ ലിജു ജയിച്ചു. അതിൽ അത്ഭുതമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ ലിജു ജയിച്ചാലോ അല്ലെങ്കിൽ പ്രതിഭ തോറ്റതിലോ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. ഒന്നാമത് പിണറായി വിരുദ്ധ വികാരമാണ്, UDF അനുകൂല തരംഗമാണ്. മാത്രമല്ല സുധാകരൻ എഫക്റ്റുണ്ട്. അപ്പോൾ ഇത്തരമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോറ്റു. ആളുകൾ വോട്ട് ചെയ്തില്ല, തോറ്റു. തെരഞ്ഞെടുപ്പാണെങ്കിൽ തോൽവിയും ജയമൊക്കെ പതിവുള്ളതല്ലേ. ലിജു തന്നെ എത്ര തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷമാണ് ഇത്തവണ ജയിച്ചത്. പക്ഷേ പ്രതിഭയ്ക്ക് പരാജയം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പ്രതിഭ പറയുന്നത് പാർട്ടിയുടെ വോട്ടുകൾ ശരിയായ രീതിയിൽ കിട്ടിയില്ല. അതെങ്ങനെ കിട്ടാനാണ്? അതൊരു ചോദ്യം. അതിനേക്കാൾ ഉപരിയായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ടാങ്ക് വെച്ചു, അതുകൊണ്ട് ഞാൻ തോറ്റു. ഒരു യഥാർത്ഥ ശ്രീനാരായണീയായ എന്നെ, അത്ര തന്നെ ശ്രീനാരായണീയനല്ലാത്ത വെള്ളാപ്പള്ളി നടേശൻ വേല വച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്തവണയും ജയിക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള മണ്ഡലങ്ങളിലൊക്കെ മത്സരിച്ച ആളുകളുടെ സ്ഥിതി. അവരൊക്കെ തോറ്റു. അവർ തോറ്റതും വെള്ളാപ്പള്ളി ടാങ്ക് വെച്ചിട്ടല്ല. വെള്ളാപ്പള്ളി നടേശൻ പൊതുവെ LDFന് അനുകൂലമായ നിലപാടാണ് ഈ തെരഞ്ഞെടുപ്പിലെടുത്തത്.
UDF ജയിച്ചാൽ ഇവിടെ ഹിന്ദുക്കൾക്ക് രക്ഷയില്ല, ഈഴവർക്ക് യാതൊരു രക്ഷയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് വെള്ളാപ്പള്ളി. അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ കൊള്ളതായി കൊണ്ടാണ് ഇപ്പോൾ പ്രതിഭ തോറ്റത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിനോട് വെള്ളാപ്പള്ളി അങ്ങനെ പ്രതികരിക്കും എന്ന് ഞാൻ ശ്രദ്ധിച്ചു. വെള്ളാപ്പള്ളി പറയുന്നത് പ്രതിഭയ്ക്കെതിരായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇനി പ്രതിഭ തോറ്റത് എൻ്റെ കഴിവുകൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എന്നവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എൻ്റെ കഴിവുകൊണ്ടാണെങ്കിൽ ഞാൻ അതിൻ്റെ തൊപ്പിയിൽ ഒരു പൊൻ തൂവലായിട്ട് സ്വീകരിക്കും എന്നാണ്. അത് ഞാൻ വെള്ളാപ്പള്ളിയുടെ ഭാഗത്താണ്. കാരണം വെള്ളാപ്പള്ളി നടേശൻ ആ പ്രതിഭയ്ക്കെതിരെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രതിഭ ജയിച്ചാൽ. പക്ഷേ സംഭവിച്ചത് പ്രതിഭയ്ക്കെതിരായിട്ടും പറഞ്ഞില്ല, അനുകൂലമായിട്ടും പറഞ്ഞില്ല. വെള്ളാപ്പള്ളി നടേശൻ പ്രതിഭയ്ക്ക് അനുകൂലമാണ് എന്ന ഒരു കിംവദന്തി കായംകുളത്ത് ഒരു പക്ഷേ പടർന്നു പിടിച്ചാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിച്ചത്, അവിടെ നാട്ടിൽ ലോക്കലായിട്ടുള്ള ഈ നായന്മാരും നസ്രാണികളും അതിനേക്കാളും ഉപരി ഇപ്പോഴത്തെ നിലയ്ക്ക് മുസ്ലിമീങ്ങളും സംഘടിച്ചിട്ട് പ്രതിഭയ്ക്കെതിരായിട്ട് കൂട്ടി. അങ്ങനെ വല്ലതും സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും വെള്ളാപ്പള്ളി നടേശൻ നിരപരാധിയാണ് ഈ കേസിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ആ പ്രതിഭയെക്കാളൊക്കെ പ്രതിഭയുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ, അത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പ്രതിഭയ്ക്ക് ഇനി വരുന്ന 5 കൊല്ലത്തേക്ക് വിശ്രമ ജീവിതം ആശംസിക്കുന്നു. ലിജു ഒരു നല്ല നിയമസഭാ സാമാജികനായിട്ട് മാറട്ടെ. അദ്ദേഹം മിക്കവാറും മന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് മുൻകൂട്ടി അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു.